കോൺഗ്രസ് നേതാവും ലോക്സഭാംഗവുമായ മനീഷ് തിവാരി ബി.ജെ.പിയിലേക്ക് എന്ന സൂചന. പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തുമ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് അതിരൂക്ഷമാകുന്നു. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ കമൽനാഥ്, മുൻ മുഖ്യമന്ത്രി മധ്യപ്രദേശ്, മറ്റന്നാൾ ബി.ജെ.പിയിൽ ചേരുന്നുണ്ട്. മിലിന്ദ് ദിയോറ മഹാരാഷ്ട്രയിൽ നിന്നും പോയി. ഇപ്പോഴിതാ പ്രധാനപ്പെട്ട നേതാവ് മനീഷ് തിവാരി പാർലമെന്റേറിയൻ. എന്താണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ? പ്രതീക്ഷ, നിലവിൽ കോൺഗ്രസിന്റെ അവസ്ഥ ഒരല്പം പടുങ്ങലാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മനീഷ് തിവാരി ഇതിനോടകം മുൻ കേന്ദ്ര സഹമന്ത്രിയും നിലവിലെ എം.പിയും കൂടിയായിട്ടുള്ള അർജുൻ സിംഗുമായി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഒരുപക്ഷെ ഉടൻ തന്നെ മറ്റൊരു നേതാവ് കൂടി ബി.ജെ.പിയിലേക്ക് പോയേക്കാം കോൺഗ്രസിൽ നിന്ന് എന്നുള്ള കാര്യം തന്നെയാണ്. നിലവിൽ ആനന്ദ്പൂർ സാഹിബിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് മനീഷ് തിവാരി. എന്നാൽ ബി.ജെ.പി ചിഹ്നത്തിൽ ലുധിയാനയിൽ വെച്ച് മത്സരിക്കാൻ, അല്ലെങ്കിൽ ലുധിയാന മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും അവിടെ നിന്ന് മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ലുധിയാന മണ്ഡലമാണ് നിലവിൽ മനീഷ് തിവാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ, ഒരുപക്ഷെ തിങ്കളാഴ്ച 19-ാം തീയതിയാണ് കമൽനാഥും മകനും ബി.ജെ.പിയിലേക്ക് ചേരും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. ഡൽഹിയിൽ കമൽനാഥ് ഉണ്ട്. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ മനീഷ് തിവാരിയും മനീഷ് തിവാരിയെ സംബന്ധിച്ചോളം അന്ന് G23 നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്ന പേരുകാരിൽ ഒരാൾ കൂടിയായിരുന്നില്ലേ? തീർച്ചയായിട്ടും. നിലവിൽ കോൺഗ്രസിന്റെ കാര്യമെന്ന് പറയുന്നത്, അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നോക്കിക്കഴിഞ്ഞാൽ മിലിന്ദ് ദിയോറ തുടങ്ങിയ, അല്ലെങ്കിൽ അവിടെ നിന്നും വലിയ ഒരു നേതാക്കൾ തന്നെയാണ് നിലവിൽ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വരും നാളുകളിൽ ചേക്കേറാൻ പോകുന്നത്. നിലവിൽ ഇന്ത്യ സഖ്യം ഉൾപ്പെടെ ഒരിക്കലും നടക്കില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പഞ്ചാബിൽ, പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടി മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും എല്ലാ സീറ്റുകളിലും, എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വരും. അവിടെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള മനീഷ് തിവാരി. മറ്റൊരു വാർത്ത എന്റെ ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഈ സിദ്ധു, പഞ്ചാബിലെ കോൺഗ്രസ് നേതാവ്, മുൻ ക്രിക്കറ്റ് താരം, എം.പി ഒക്കെ ആയിരുന്ന സിദ്ധു വീണ്ടും ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ തന്നെ അമരീന്ദർ സിംഗ് ഉൾപ്പെടെയുള്ളവർ ബി.ജെ.പിയിലേക്ക് പോയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിദ്ധു ഉൾപ്പെടെയുള്ള നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ചേക്കേറാം, അല്ലെങ്കിൽ ആ ഒരു കൊഴിഞ്ഞുപോക്ക്, കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഇനിയും തുടർന്നേക്കാം എന്നുള്ള ഒരു വാർത്തയും റിപ്പോർട്ടുകളും എല്ലാം തന്നെ വരുന്നത്. അതിന്റെ ഭാഗമായി അവസാനം കേൾക്കുന്ന പേരുകളാണ് ഈ സിദ്ധുവിന്റെയും അതുപോലെ തന്നെ മനീഷ് തിവാരിയുടെയും. ഈ മധ്യപ്രദേശിലെ കമൽനാഥിൽ അവസാനിക്കില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ബി.ജെ.പി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ 370 സീറ്റ് എന്നുള്ള കാര്യം. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടവുകളും, അല്ലെങ്കിൽ എല്ലാ നടപടികളും സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനുള്ള കൊഴിഞ്ഞുപോക്ക് അത് വലിയ രീതിയിൽ തന്നെ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും കേന്ദ്ര നേതാക്കളുമായി ഉൾപ്പെടെ അവർ മനീഷ് തിവാരി ചർച്ച നടത്തിയെന്നത് തന്നെയാണ് വിവരം. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾ കൂടി കോൺഗ്രസ് നഷ്ടമാകും. ഒപ്പം തന്നെ ലുധിയാന മണ്ഡലം, ഈ ലുധിയാന മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് ബി.ജെ.പിക്ക് നിലവിൽ തന്നെ ആരെ നിർത്തണമെന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കാരണം ഒരുപാട് നേതാക്കളെ ഇപ്പോൾ തന്നെ ലുധിയാന മണ്ഡലത്തിലേക്ക് പരിഗണിച്ച് വരുന്നു എന്നുള്ളത് തന്നെയാണ് വിവരം. അങ്ങനെയാണെങ്കിൽ പോലും മനീഷ് തിവാരിയുടെ ആവശ്യം അംഗീകരിച്ച് ബി.ജെ.പിയിലേക്ക് പോവുകയാണെങ്കിൽ ആനന്ദ്പൂർ സാഹിബിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന എം.പി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലുധിയാന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ശരി.